2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ പുതിയ തന്ത്രങ്ങളും വാഗ്ദാനങ്ങളുമായി കളത്തിൽ അണിനിരക്കുന്നു. അതിനിടയിൽ നേതാക്കന്മാർ എതിർ പാർട്ടികളെ വെല്ലുവിളിക്കുന്നതും അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും സർവ്വസാധാരണമാണ്. അത്തരത്തിൽ പിണറായി സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണി. പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ ജനം തയ്യാറായി കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം പറയുന്നത്. തുടർഭരണം ഉണ്ടായാൽ കേരളം ബംഗാൾ ആകുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും തിരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയം ഉണ്ടാകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ജനങ്ങളുമായി സമ്പർക്കമില്ലാത്ത PR വർക്കിലൂടെ മാത്രം മുഖം മിനുക്കുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി. സെക്രട്ടേറിയറ്റിനെ പിണറായി രാവണൻ കോട്ടയാക്കി മാറ്റി. പത്രക്കാരുടെ ചോദ്യങ്ങളെ പോലും നേരിടാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. ഈ അസഹിഷ്ണുതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കേരളത്തിൽ CPMന് BJPയുമായി അന്തർധാരണയുണ്ടെന്ന് വ്യക്തമാണെന്നും AK ആന്റണി ആരോപിച്ചു. 10 വർഷം കൊണ്ട് കേരളം ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു. കർണാടകയും തമിഴ്നാടും തെലങ്കാനയും വികസനത്തിൽ കേരളത്തെക്കാൾ മുന്നോട്ട് കുതിക്കുകയാണ്. 6 ലക്ഷം കോടിയുടെ കടമാണ് കേരളത്തിനുള്ളത്. ചെറുപ്പക്കാർ പഠന ആവശ്യമായാലും ജോലി തേടിയും കേരളത്തിൽ നിന്നും പല സ്ഥലത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. 40 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്നായിരുന്നു വ്യവസായ മന്ത്രി പറഞ്ഞിരുന്നത്. പക്ഷേ കേരളത്തിലെ യുവജനങ്ങളുടെ ഒഴുക്ക് തടയാൻ സർക്കാരിന് സാധിക്കുന്നില്ല. ഇത്തരത്തിൽ പോയാൽ കേരളം മലയാളികളുടെ നാട് അല്ലാതായി മാറും. ഇടതുഭരണം കേരളത്തെ നാശത്തിലേക്ക് നയിക്കുമെന്നും AK ആന്റണി കൂട്ടിച്ചേർത്തു. മുൻപ് UDFലായിരുന്നു റിബലുകൾ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ ഇടതുപക്ഷത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിബലുകൾ മത്സരിക്കുന്നത്. SFIയുടെ സ്ഥാപക പ്രസിഡന്റ് G സുധാകരൻ പോലും പുന്നപ്രയുടെ നാട്ടിൽ UDF പിന്തുണയോടെ ഇടതുപക്ഷത്തിന് എതിരെ മത്സരിക്കുന്നു. പയ്യന്നൂരും പാലക്കാടും സ്ഥിതി വ്യത്യസ്തമല്ല. ഇടത് സഹയാത്രികരും സാംസ്കാരിക നായകരും പാർട്ടിയോട് വിട പറയുകയാണ്. കേരളത്തിൽ ഇന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതായി കഴിഞ്ഞു. പ്രത്യേക അധികാരവർഗം രൂപപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ നിഷ്പക്ഷരായ ജനങ്ങൾ പിണറായിയുടെ തുടർഭരണത്തെ ഭയത്തോടെയാണ് കാണുന്നത്. മോദി പിന്തുണ കൊടുത്താൽ പോലും ഇടതുപക്ഷത്തിന് തിരിച്ചുവരാൻ സാധ്യമല്ലാത്ത വിധം ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. കേരളത്തിന്റെ മണ്ണിൽ BJPക്ക് വളരാനുള്ള സാഹചര്യമില്ല. ഇവിടെ മതങ്ങൾ സൗഹൃദത്തോടെ കൂടി ജീവിക്കുന്ന നാടാണ്. ഇവിടെ BJPക്ക് യാതൊരു സാധ്യതയുമില്ല. UDF ഒറ്റക്കെട്ടാണ്. വിജയിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ UDF മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് ഷായും CPMനെ പിന്തുണയ്ക്കുന്നത് ഏവർക്കും ബോധ്യമുള്ളതാണ്. പ്രധാനമന്ത്രിയെ എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുന്ന രീതിയിൽ പിണറായി വിജയന് സൗകര്യങ്ങൾ നൽകുന്നത് ഇതിന് തെളിവാണ്. എന്നാൽ പ്രബുദ്ധരായ മലയാളികൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അവർ UDFനെ പിന്തുണയ്ക്കും. ഇത്തവണ കേരളം UDF തൂത്തുവാരുമെന്നും AK ആന്റണി പറഞ്ഞു. ഇടതിനെ കടന്നാക്രമിക്കാൻ നേതാക്കന്മാർ ക്യൂ നിൽക്കുമ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന് അടിതെറ്റുമോ ഇല്ലയോ എന്ന് ഇനി കാത്തിരുന്നു കാണാം.